ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവിലെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ കാഷ്യൂസും കിസ്മിസും ഒന്ന് റെഡി ആയതിന് ശേഷം അത് ആ പാനിൽ നിന്നൊന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ 2 സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സവാളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഒന്നിട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ആ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂണ് ചിക്കൻ മസാലയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അത്രയും തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ മസാലയും ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ വെജിറ്റബിൾസും ആ മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഈ ചിക്കൻ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചിക്കൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും, അത്രമാത്രം. നമ്മൾ കറിക്കൊക്കെ ചിക്കൻ കൊണ്ടുവരുമ്പോൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെച്ചാൽ ഇതുപോലെ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിലില്ലേ, ആ അവിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അവിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത്, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി. ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ അവിൽ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിക്ക് തന്നെ അവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂസും കിസ്മിസും ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പുഴുങ്ങിയ കോഴിമുട്ട കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.